മലയോര കുടിയേറ്റ നിവാസികളുടെ ചിരകാല അഭിലാഷമായ തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. തിരുവമ്പാടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കറ്റിയാടാണ് സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും ഉയരുന്നത്. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഡിപ്പോ സന്ദർശിച്ചു നിർമ്മാണം സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. മലയോര കുടിയേറ്റ നിവാസികളുടെ ചിരകാലാഭിലാഷമായ തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. തിരുവമ്പാടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കറ്റിയാടാണ് സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും ഉയരുന്നത്. 2.79 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കരാർ ചുമതല. 1.5 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കണമെന്നാണ് നിർമ്മാണ കരാർ. കഴിഞ്ഞ മെയ് മാസത്തിലാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഡിപ്പോ നിർമ്മാണം സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നിരുന്നു. ഇനി 1 വർഷത്തിനകം തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ പറഞ്ഞു. പുതുതായി നിർമ്മിക്കുന്ന ഡിപ്പോയെക്കുറിച്ചായിരുന്നു, ഡിപ്പോ മന്ദിരത്തെക്കുറിച്ചാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഊരാലുങ്കലും LSTDയും ചേർന്ന് തയ്യാറാക്കിയിരുന്ന ഡിസൈൻ അനുസരിച്ച് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നമ്പർ ഇടുക. MLA ആ യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വർക്ക്ഷോപ്പ് വളരെ മോശം കണ്ടീഷനിലാണ്. അതിപ്പോഴത്തെ താൽക്കാലിക വർക്ക്ഷോപ്പാണ്, അവിടെ നമ്മൾ മാറ്റേണ്ടി വരും പുതിയ ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ അതുവരെ തൽക്കാലമുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളും KSRTC ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന കക്കാടംപൊയിൽ, പൂവാറന്തോട്, ആനക്കാമ്പൊയിൽ, മുത്തപ്പൻപുഴ തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളാണ് മേഖലയിലുള്ളത്. മണിക്കൂറുകൾ ഇടവിട്ടാണ് പലയിടങ്ങളിലേക്കും ഇപ്പോൾ ബസ്സുള്ളത്. സ്വകാര്യ ബസ് സർവീസുകളില്ലാത്ത റൂട്ടുകളിൽ എത്തിപ്പെടാൻ മലയോര നിവാസികൾ അനുഭവിക്കുന്ന ദുരിതവും ചില്ലറയല്ല. ഡിപ്പോ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ദീർഘദൂര, ഹ്രസ്വദൂര ബസ്സുകൾ അനുവദിക്കുമെന്നത് വലിയ ആശ്വാസമാകും. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഓഫീസുകളുമുണ്ട്. പ്രളയത്തിൽ മുങ്ങുന്നയിടത്താണ് 13 വർഷക്കാലമായി താൽക്കാലിക ഗാരേജ് പ്രവർത്തിക്കുന്നത്. വെള്ളക്കെട്ട് ഭീഷണി മൂലം ബസ്സുകൾ സമീപത്തെ സേക്രഡ് ഹാർട്ട് ചർച്ച് വളപ്പിലേക്ക് മാറ്റുകയാണ് പതിവ്. ഗാരേജും ഓഫീസുകളുമെല്ലാം സബ് ഡിപ്പോ വരുന്ന കറ്റിയാട്ടേക്ക് മാറ്റുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.